നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് 20 കോടി കിട്ടിയിട്ടില്ലെന്ന് അനാമിക പറഞ്ഞു കഴിഞ്ഞപ്പോ അഭി ഞെട്ടലോട് കൂടി ചോദിച്ചു, എന്താ അനാമിക നീ പറയണേ? നീ വെറുതെ കള്ളത്തരം പറയരുത്, സത്യമായിട്ടുള്ള കാര്യ അഭിയേട്ടൻ ഞാൻ പറയണേ. ഞാൻ അഭിയേട്ടനോട് എന്തിനാ കള്ളത്തരം പറയണേ? അല്ല, ഇവിടെ മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞത് 20 കോടി കൊടുത്തതാണല്ലോ. അതാ കിളവൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയാണ് മോളെ, വെറുതെ വിടലിത്. വെറുതെ വിടാനായിട്ടോ? ഉറപ്പായിട്ടും വെറുതെ വിടത്തില്ല. ആ കിളവനെ കൂടി ജയിലിലേക്ക് കയറ്റണം. അതെ, കൊച്ചുമോനോടൊപ്പം കിളവനെ കൂടെ ജയിലിലേക്ക് കയറ്റണം. എന്നാലും ഒരു സമാധാനം വരത്തുള്ളൂ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇവിടെ വന്ന് അതിവിദഗ്ധമായിട്ട് വലിയ കള്ളത്തര പറഞ്ഞിരിക്കുന്നേ, 20 കോടി കൊടുത്തെന്നൊക്കെ. എന്നാലും ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? സാരല്ല അഭിയേട്ട, അതിനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം. അഭിക്ക് സമാധാനമായി. അഭി പറഞ്ഞു, എന്നാ ശരി, വെക്കട്ടെ മോളെ. ശരി അഭിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക കോള് കട്ട് ചെയ്തു. അനാമിക കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, അഭി നമ്മുടെ പക്ഷത്താ, അതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം. അതുമാത്രമല്ല, വക്കീല് നമ്മുടെ പക്ഷത്താ. കാരണം വക്കീലിന്റെ മുന്നിൽ വെച്ചല്ലേ ആ മൂർത്തി അയാൾ അത്ര വലിയ ഷോ കാണിച്ചേ. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും അയാൾക്കിട്ടുള്ള പണി വക്കീല് കൊടുത്തോളും. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല വേണുവേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന മൂർത്തിനെ ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ? നോക്കാം, അതിനുള്ള മാർഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതൊക്കെ നടക്കും. കണ്ടു, ആദ്യം കോടതി കൂടുന്ന സമയത്ത് തന്നെ അയാൾക്കെതിരെ നല്ല പരാതിയല്ലും. അങ്ങനെ വരുമ്പോ അയാൾ നമ്മുടെ കാഴക്കലിലേക്ക് വരും. അപ്പൊ ഈ പറയുന്ന 10-20 കോടിക്ക് പകരം നമ്മൾ 50 കോടിയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അത്ര വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട. സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇതുവരെയായിട്ട് എന്തേലും കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ലോ. വെറുതെ അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കൂട്ടണ്ട. അപ്പോഴേക്കും വേണു പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ മോളെ, എന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്ത് വർത്താനാച്ചാ പറയണേ? അതെ, നീ അവിടെ ഉണ്ടായിരുന്ന സമയത്തെ ഓരോരുത്തരെ കയ്യിലെടുക്കാൻ നോക്കണായിരുന്നു. അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നൊക്കെ അടിച്ചു മാറ്റണായിരുന്നു. നീ കുറച്ച് താന്നു കൊടുത്തിട്ടെ കിട്ടുന്നതൊക്കെ മേടിച്ചോണ്ട് വരണായിരുന്നു. അതൊന്നും നടന്നില്ലല്ലോ. എന്നിട്ട് പിന്നെ കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അനാമിക പറഞ്ഞു, അച്ഛൻ ഇതങ്ങോട്ട് പറയാം, എനിക്കല്ലേ എന്റെ അവസ്ഥ എടുത്തുള്ളൂ. ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. അവർക്കിട്ടുള്ള പണി കൊടുക്കാൻ നോക്കാം, സാരമില്ലെന്നേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ കിളവനിട്ടും കൂടെ പണി കിട്ടണം. അതെ, കിളവനിട്ടുള്ള പണിയും കൂടെയാണ് വക്കീല് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. ഒടുവിൽ കണ്ടോ, കോടതി കൂടുന്ന സമയത്ത് കിളവൻ നമ്മുടെ കാലിച്ചോട്ടിലേക്ക് വരും. ആ ഒരു ദിവസത്തിനായിട്ടാ കാത്തിരിക്കുന്നത്. ഇനി അതിന് അധികം താമസമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് മോളെ, പുറത്തിറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കുന്നല്ല. ചിലപ്പം അയാള് നമ്മളെ തീർക്കാനും വഴിയുണ്ട്. നമ്മൾ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ടെ പ്രശ്നമോന്ന് അയാൾക്ക് തോന്നിയാല് അയാൾക്ക് കുറെ ഗുണ്ടകളൊക്കെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നടക്കാനായിട്ട്. അനാമി പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. എന്താന്ന് വെച്ചാ അച്ഛൻ അതിന് വേണ്ടതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയാ. അതേസമയം അനന്തപുരിയില് അജയനും ജയനും അങ്ങനെ എല്ലാരും കൂടെ കൂടിച്ചേർന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, 20 കോടി അവര് വാങ്ങിച്ചെടുത്തല്ലേ. 20 കോടി വാങ്ങിച്ച് സൂചിച്ചാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടല്ല. ഉറപ്പായിട്ടും നമുക്ക് അവരുടെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കണം. അവരെ കുറിച്ചുള്ള എല്ലാ കള്ളങ്ങളും കുത്തിപ്പൊക്കണം വെച്ചാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, ആ കാര്യം ഓർത്തിട്ട് ആദർശേട്ടൻ വിഷമിക്കണ്ട. ഉറപ്പായിട്ടും നന്ദു വെറുതെ ഇരിക്കില്ല. നന്ദു അനാമികയെ കുടുക്കിക്കൊള്ളും. അതിനുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്തോളും. അത് കേട്ടപ്പോ ജാനയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ശരിക്കും ചെയ്യേണ്ട എന്താണെന്നറിയാവോ? അനിയേയും നന്ദുവിനെയും കൂടെ കല്യാണം കഴിപ്പിക്കുക ഇതിന്റെ വാശിക്ക് ചെയ്യണ്ടേ. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ട കാര്യം. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യമായി ജാനയ്ക്ക്. ഇനിയിപ്പൊ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇമാതിരി പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പില്ലേ. അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതെന്താ? അവൾ ഈ കുടുംബത്തിന് പടി കടന്നു വരത്തില്ല. ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഉണ്ടേ സമ്മതിക്കത്തില്ല. അജയൻ പറഞ്ഞു, നിനക്ക് ഇത്രയൊന്നും കിട്ടിയിട്ട് പോരെ? നിനക്ക് ഇനിയും വേണോ എന്നൊക്കെ ചോദിക്കുക. ദേവേനി പറഞ്ഞു, നീ എന്തിനാ ജാനകി ഇങ്ങനെ കിടന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കുടുംബത്തിലെ സന്തോഷ സമാധാനം അല്ലേ നോക്കണ്ടേ? അനാമിയെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ നീ മനസ്സിലാക്കിയതല്ലേ? എന്നിട്ടാണോ നീ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ? അജയൻ പറഞ്ഞു, എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറത്തില്ല. പിന്നെ 20 കോടി വാങ്ങിച്ച കണ്ടില്ലേ? 20 കോടി അവള് എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നേ വാങ്ങിക്കുമായിരുന്നോ? എന്നിട്ട് ഇപ്പോഴും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ജാനകി പറഞ്ഞു, പിന്നെ അവൾക്ക് പിന്നെ ജീവിക്കണ്ടേ? അവളൊരു ചെറുപ്പക്കാരിയായ കൊച്ചല്ലേ. അവളുടെ ജീവിതമല്ലേ തകർന്നു പോയത്. പിന്നെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതാ ഇപ്പൊ കാര്യമായത്. അതുകൊണ്ടാണല്ലോ 20 കോടി. ഒന്നും രണ്ടും അല്ല. ആദ്യം 10 കോടി ചോദിച്ചു, പിന്നെ 10 കോടിയും കൂടെ ചോദിച്ച് അങ്ങോട്ട് കാര്യം നടത്തിയെടുത്തേ.
നാണമുള്ള കൂട്ടരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു? ഒരിക്കലും ഇല്ല. അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു നാണമില്ല. നാണം ഉടുപ്പും ഇല്ലാത്തോണ്ടല്ലേ ആ പണം വാങ്ങിച്ചെടുത്തത്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിയാനുള്ളത് കഴിഞ്ഞു. അതെന്തേലും ആട്ടെ, ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്നിട്ട് പറഞ്ഞു, 20 കോടി കൊടുത്തെന്ന് ആര് പറഞ്ഞു? ഒരു 20 കോടി മുത്തശ്ശൻ കൊടുത്തിട്ടില്ല. പിന്നെ എന്താടാ ഉണ്ടായത് എന്ന് ജയൻ ചോദിച്ചു. 20 കോടിയല്ല കൊടുത്ത അങ്ങേരുടെ കവളത്തുണ്ട് ആ വേണുവിന്റെ. നീ എന്തൊക്കെയാടാ പറയണേ? ശരിക്കും ആ അനാമിക 20 കോടി മേടിച്ചെടുത്തല്ലെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. അവൾ 20 കോടി മേടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നാണമില്ലെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ കുടുംബത്തെ പറ്റിച്ച് 20 കോടി അവൾ മേടിച്ചെടുക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ലോ. എനിക്ക് സഹിച്ചില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വിളിച്ചത്. പക്ഷെ ആ സമയത്താ ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നേ. 20 കോടി കൊടുത്തിട്ടില്ലെന്നാ അനാമിക പറഞ്ഞ. 20 കോടി കൊടുത്തിട്ടില്ലെന്നോ? അതെ, പകരം മുത്തശ്ശന് വക്കീൽ ഓഫീസിൽ വെച്ച് അവളുടെ അച്ഛന്റെ കർണത്തടിക്ക് വരുന്നെന്ന്. സത്യമാണോടാ നീ പറയണേ? ഞാനിതിനെ കള്ളത്തരം പറയണേ? അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും ഒരു സമാധാനം ഇത്. ഇപ്പോഴാ മുത്തശ്ശൻ ഒരു ഹീറോ ആയത്. അബി എന്തിനാ വിളിച്ചെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അബി വിളിച്ച കാര്യം എന്തിനാന്ന് അറിഞ്ഞാൽ പിന്നെ അബീനെ ഇവിടുന്ന് എല്ലാരും കൂടെ ചാടിച്ചു വിടും. ഇങ്ങനെ കള്ളത്തരം പറയാനല്ലേ അബിക്ക് പറ്റത്തുള്ളൂ. അബി തന്ത്രപരമായിട്ട് എല്ലാരും കയ്യിലെടുക്കാനായിട്ടാ അങ്ങനെ സംസാരിച്ചേ. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ഇവൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇവനുള്ളത്. ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ വേണ്ട. ദേവേന് പറഞ്ഞു, അല്ല അച്ഛനും ഇവിടെ ഉണ്ടല്ലോ, അച്ഛനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. 20 കോടി കൊടുത്തോ അതോ കർണത്താണോ കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അത് ശരിയാ. അങ്ങനെ നയന പറഞ്ഞു, ബാ ആദർശേട്ടാ നമുക്ക് പോയി ചോദിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അല്ലെങ്കിലും അച്ഛൻ അങ്ങനെ കൊടുത്തെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെയൊന്നും കൊടുക്കാൻ വഴിയില്ല. അജയൻ പറഞ്ഞു, അതെ, അച്ഛൻ നേരായ വഴിയിലേക്കൂടെ ആണെങ്കിൽ കൊടുക്കും. പക്ഷെ ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നവർക്ക് ഒരിക്കലും പണമൊന്നും കൊടുക്കത്തില്ല. അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കത്തുള്ളൂ. ഇപ്പോഴും ഒരു സമാധാനമായത്, ഒരാശ്വാസമായത്. ഇത്രയും സമയം മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്നൊക്കെ അജയനും ഇരുന്ന് പറയുവാണ്. അതേസമയം മുത്തശ്ശിയോടുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു. തന്നോട് തന്നെ ആദ്യം ഉള്ള സത്യം അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ചു. ഇതെല്ലാം കേട്ട് വെച്ചപ്പോ മുത്തശ്ശി ചോദിച്ചു, അല്ല അവരിനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ചോദിച്ചു, മുത്തശ്ശ നല്ലൊരു പരിപാടി തന്നെ കാണിച്ചേ. 20 കോടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ കർണത്തൊന്ന് പൊട്ടിച്ചല്ലേ? മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. മുത്തശ്ശൻ ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ. എന്തായാലും മുത്തശ്ശൻ ഞങ്ങളോട് വന്ന് പറഞ്ഞല്ലോ 20 കോടി കൊടുത്തെന്ന്. അതിന്റെ വിഷമത്തിലായിരുന്നു ഞങ്ങള്. ഇപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇപ്പോഴാ. അനാമികയുടെ അച്ഛന് നല്ലൊരു പണി കൊടുത്തെന്ന്. അപ്പോഴാ ഒരു സമാധാനമായത്. ഇത് മുത്തശ്ശൻ ഞങ്ങളോട് ആദ്യമേ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കില്ലായിരുന്നു. അപ്പോഴേക്കും ഒരക്ഷരം പോലും മിണ്ടാതെ മൂർത്തി മുത്തശ്ശന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആദർശം നയനെ ആ പിന്നാലെ പോയി. മുത്തശ്ശ ഹാളിലേക്ക് വന്നു. ദേവേനിയെ എല്ലാരും അവിടെ ഹാളിലുണ്ടായിരുന്നു. പെട്ടെന്ന് ദേവേനി വെച്ചു, അല്ലച്ച അച്ഛൻ 10 കോടിക്ക് പകരം 20 കോടി കൊടുത്തെന്നൊക്കെയാണല്ലോ ഞങ്ങളോട് പറഞ്ഞേ. എന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അത് നിന്നോടുള്ള ദേഷ്യത്തിനാ, എന്നോടുള്ള ദേഷ്യത്തിനോ അല്ല. പിന്നെ നീ എന്തിനാ അവിടെ പോയിട്ട് 10 കോടി കൊടുക്കാന്ന് സമ്മതിച്ചിട്ട് പോന്നെ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതുപോലെയുള്ള കള്ള നാണയങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞിട്ട് വന്നേ? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛ അമ്മയുടെ ഈ പണം ഉണ്ടായിരുന്നു. പണം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നാണ് വിചാരം. അതുകൊണ്ടാണ് അങ്ങനെ സമ്മതിച്ചിട്ട് വന്നേ. അല്ല അനിയെ രക്ഷിക്കാനായിട്ട് പോലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അനി ഒരു നല്ല കാര്യം ചെയ്താട്ടാ എനിക്ക് തോന്നേ. ഇത് കേട്ടതും ജാനകിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുവാണ്. ദേവേന് പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്തത് എനിക്കറിയാം നീ എന്തുകൊണ്ടാ അത് ചെയ്തതെന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നല്ലോ. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കാറുണ്ട്, വയ്യാത്തവരെയൊക്കെ. നമ്മളൊന്നും പുറത്ത് പറയാതെ ചെയ്യുന്നു ഇഷ്ടംപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ പൈസ കൊടുത്താലും ഈ അർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോ പണം എത്താൻ പാടുള്ളൂ. അല്ലാതെ അനർഹരുടെ കയ്യിലോ 1 രൂപ പോലും എത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഈ കാര്യത്തിന് ഇപ്പൊ 20 കോടി അവര് ചോദിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേനും കേസ് ഒതുക്കി തീർക്കാൻ അതിനേക്കാളും കൂടുതൽ ഇരിക്കും. അപ്പോഴെന്ത് ചെയ്യും? അവരുടെയൊക്കെ വിചാരം നമ്മൾ പണം കായ്ക്കുന്ന മരമാന്നാ. അതെ, നമ്മൾ പണം കായ്ക്കുന്ന മരമാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പണം ഉണ്ടാക്കുന്നേ? വെറുതെ ഇരുന്നിട്ടല്ലോ, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയല്ലോ ഉണ്ടാക്കുന്നേ. എന്റെ കൊച്ചുമോൻ അനിയ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അത് കേട്ടപ്പം ജാനകിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അല്ല
അവനെ എന്തിനാ തെറ്റ് പറയുന്നത്? അവൻ ചെയ്തൊരു നല്ല കാര്യമല്ലേ? കുടുംബത്തോട് അവന് സ്നേഹമുണ്ട്. പണ്ടത്തെ കാലത്തെ ഒരു രീതിയാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. ഇന്നത്തെ കാലത്തെ രീതിയല്ല, കൂട്ടുകുടുംബമാണ്. കുടുംബത്തിലുള്ള അച്ഛനെയും അമ്മേനെ സ്നേഹിക്കുന്ന മക്കളെ ഈ കുടുംബത്തിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തില് അവന് സ്വന്തം മുത്തശ്ശനെ കുറ്റം പറഞ്ഞപ്പോ സഹിച്ചില്ല. അതിന്റെ പേരില അവൻ അവളുടെ കർണത്തടിച്ചേ. അവന്റെ സ്ഥാനത്ത് ഈ കുടുംബത്തിലുള്ള വേറെ ആരാണെങ്കിലും അതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ. ശരിക്കും അവനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല ചെയ്യണ്ടേ. ഇതേ സമയം നമ്മൾ അവനെ കൂടെ കൂടി നിർത്തണം. അവന് നമ്മൾ ബലം കൊടുക്കുക ചെയ്യണ്ടേ. ഇനിയിപ്പം ഞാൻ കർണത്തടിച്ചതിന്റെ പേരില് അവിടെ വലിയ പ്രശ്നമായിരിക്കും. ആയിക്കോട്ടെ, ആ വക്കീല് കൊണ്ട് കേസ് കൊടുക്കുമായിരിക്കും. കൊടുക്കട്ടെ, എന്റെ പേരിലും കൂടെ കൊടുക്കട്ടെ. ഞാനും അനിയനും കൂടെ നല്ല അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും. പക്ഷെ ഒരു നയാ പൈസ പോലും ആ കുടുംബത്തിന് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, മുത്തച്ഛ അത് പ്രശ്നമാവോ കേസ്? ആവട്ടടാ, എന്തിനാ പേടിക്കണേ? നമ്മളിങ്ങനെ പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്റെ അനിയുടെ ജീവിതം താർത്തെന്നുള്ള. ഒരു കാരണവശാലും അനാമികയെ പോലുള്ള ഒരുത്തിയെ അനിയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ പാടില്ലായിരുന്നു. ഒരു ജന്മം അനുഭവിച്ചു തീർക്കാൻ പറ്റുന്നതിന്റെ കൂടുതൽ പാവം അനുഭവിച്ചു തീർത്തു. ഇത്രയും കാലം എന്തൊക്കെയാവും സഹിച്ചെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പകുതി നിങ്ങൾ മൂടി വെച്ചാലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എവിടം വരെ പോകുന്ന അറിഞ്ഞിട്ടേന്ന് ഓർത്താ ഞാനിരുന്നേ. അവസാനം ഇങ്ങനെയായി. അവനിനി അനുഭവിക്കാനും പാടില്ല. ഇത്രയും കാലം ചെയ്തു കൂട്ടിയത് അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും അവൾക്കൊരു നയാ പൈസ പോലും അവൾക്കും വീട്ടുകാർക്കും കൊടുക്കാൻ പാടില്ല. കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചോളാം. ഇനി ഇതിന്റെ പേര് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അതും പറഞ്ഞു മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ആ സമയം അനി ബാൽക്കണിയിൽ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അനിയുടെ അടുത്ത് എന്നിട്ട് മൂർത്തി മുത്തശ്ശി ചോദിച്ചു, എടാ നിന്റെ കാമുകി വിളിച്ചായിരുന്നോ? കാമുകിയോ? ഓ, ഒന്നും അറിയത്തില്ലാത്ത പോലെ. ഇല്ല മുത്തശ്ശ, വിളിച്ചില്ല. അല്ല, മുത്തശ്ശൻ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം? എനിക്കറിയാടാ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. പക്ഷെ നീ ഒരു കാര്യം ചെയ്തു. നീ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരോട് പറയണായിരുന്നു. നിന്റെ കല്യാണത്തിന് മുമ്പ് നീ മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന് ഒളിച്ചു വെക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് നിന്റെ മനസ്സിൽ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നീ കുടുംബത്തിൽ എല്ലാവരോടും തുറന്നു പറയാൻ മേലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അനാമികയായിട്ടുള്ള ബന്ധം നടക്കില്ലായിരുന്നല്ലോ. നീ മറച്ചു വെച്ചോണ്ടാ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അത് പിന്നെ മുത്തശ്ശ, ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നീ ഓർത്ത് അതൊന്നും വിഷമിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ ഏതാണ്ട് ഒരു സ്ഥലം വരെ പോവാ. എവിടെ പോവാ മുത്തശ്ശ? ഞാനും നിന്റെ മുത്തശ്ശിയും കൂടെ പോവാൻ തീരുമാനിച്ചു. അത് വേറെ ആരുടെയും വീട്ടിലേക്കല്ല, നന്ദുവിന്റെ വീട്ടിലേക്കാ. നന്ദുവിന്റെ വീട്ടിലേക്കാ. അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നേ? ഓ, ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല. പെണ്ണ് ചോദിക്കാൻ. പെണ്ണ് ചോദിക്കാനാ? അതെ, അനാമികയായിട്ടുള്ള ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കുമല്ലോ. അങ്ങനെ സമയത്ത് അതിനുശേഷം നിനക്കൊരു ജീവിതം വേണ്ടേ? അപ്പം നന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു, നിന്റെ ഭാര്യയായിട്ട്. സത്യമാണോ മുത്തശ്ശ? അതെ, ഇനി പോയി പെണ്ണ് ചോദിക്കണം. അല്ല മുത്തശ്ശ, അവിടെ ചെന്ന് കഴിയുമ്പോ അവര് കനയും ഗോവിന്ദനും ആണോ? അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നീ ഇങ്ങനെ എപ്പോഴും ചെല്ലുന്നതുകൊണ്ട് അവരൊരു കുട്ടിക്കളിയായിട്ട് എടുത്തു കാണും. ഇപ്പൊ ഞങ്ങള് കാരണവന്മാര് ചെന്ന് പെണ്ണാലോചിച്ച ഉറപ്പായിട്ടും നിനക്ക് അവര് കെട്ടിച്ചേരും. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. മുത്തശ്ശ താങ്ക്സ്. എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്? നീ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ ചെല്ലുമ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കാനായിട്ട്. അത് മതി. അങ്ങനെയാണെങ്കിൽ ശരി, പോയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഈ കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രം ഈ കുടുംബത്തിൽ എല്ലാവരോടും പറഞ്ഞാൽ മതി. ശരി മുത്തശ്ശ. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഇതിനുശേഷം മുത്തശ്ശ മുറിയിലേക്ക് എന്ന് മുത്തശ്ശിയോട് പറഞ്ഞു, താൻ പെട്ടെന്നൊന്ന് റെഡിയാവോ? എന്താ കാര്യം? എന്താ? നമുക്കൊരു പെണ്ണ് കാണാൻ പോണോ ഈ പ്രായത്തിലോ? എടോ, എനിക്കല്ല. പിന്നെയോ? അതെ, അനിക്കോ? അതെ, അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം അധികം വൈകാതെ തന്നെ വേർപ്പെടുമല്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് അനിക്കൊരു ജീവിതം വേണ്ടേ? അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരണ്ടേ? അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞു, ഏത് പെണ്ണ് വന്നാലും അവന്റെ മനസ്സിന് സന്തോഷമാവും തോന്നില്ല. അതേടോ, അതെനിക്കറിയാൻ നന്നായിട്ട്. അതുകൊണ്ട് അവന്റെ മനസ്സിലുള്ള പെണ്ണിനെ തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. നന്ദുവിനെ. അതെ, അതൊരു നല്ല ബന്ധമായിട്ട് എനിക്ക് തോന്നേ. അവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നാലോ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അല്ല ഇതറിഞ്ഞു കഴിയുമ്പോ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനോട് ഞാൻ പറഞ്ഞു. അവൻ തുള്ളിച്ചാടുമായിരുന്നു. ഇത്ര സന്തോഷം അവന്റെ മുഖത്ത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലടോ. അവന് ചേർന്നൊരു ബന്ധമല്ല നമുക്ക് അവന് കൊണ്ടേ കൊടുക്കണ്ടേ. ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കാലത്ത് എല്ലാം ചെയ്താനും. അവന്റെ കല്യാണത്തിന് മുമ്പ് അറിയുമായിരുന്നെങ്കിൽ. ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനി വരുന്ന വഴിയെ ബാക്കി കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, പോയി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, അതിന് നന്ദുവിന്റെ വീട്ടുകാര് സമ്മതിക്കും തോന്നുന്നുണ്ടോ? കനയും ഗോവിന്ദനും. നമുക്ക് പോയി ചോദിച്ചു നോക്കാടോ, അവരെന്താ പറയണേന്നറിയാലോ. ബാക്കി നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ അവര് പോകാനായിട്ട് റെഡിയാകുവാണ്. ആ സമയത്ത് നന്ദു നേരെ വേണുവിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ വേണു ചോദിച്ചു, എന്താ കാര്യം? വന്ന് വണ്ടിയെ കയറോ?
എന്തിനാ വണ്ടിയെ കയറുന്നേ? കാര്യം പറഞ്ഞാൽ മാത്രം നീ വണ്ടിയെ കയറത്തലോ? അല്ലെങ്കിൽ നിനക്ക് വണ്ടിയെ കയറാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോഴേക്കും അനാമിക ചോദിച്ചു, നീ വന്ന് വൈരാഗ്യം തീർക്കുവാണല്ലേ? എടി, വൈരാഗ്യം തീർക്കാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നുള്ളൂ. പിന്നെ നിനക്കിട്ട് ഉള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ നിന്റെ അച്ഛൻ, പിന്നെ ഇവിടെ ഉള്ള ഡ്രഗ്സ് കമ്പനിക്കാർ ചെറുപ്പക്കാരുമായിട്ട് നിനക്ക് നല്ല കൂട്ടുകെട്ടും കാര്യങ്ങളാന്ന് എനിക്കറിയാം. അധികം വൈകാതെ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അവരോടൊപ്പം നിന്നെയും കൂടെ ഞാൻ പിടിച്ചോണ്ട് പോകും. ഇങ്ങോട്ട് നടക്കണോ എന്നും പറഞ്ഞോണ്ട് വേണുവിനെ പിടിച്ച് കഴുത്തെ പിടിച്ച് കുത്തിനെ പിടിച്ചങ്ങ് തള്ളിയിട്ടിട്ട് നന്ദു അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുക അനാമികയും രേവതിയൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.